Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്നേഹം മാത്രം പോരാ എന്നുള്ളതാണ്. അതായത് സ്നേഹം എന്ന ഈ ഒരു ഫാക്ടറിന്റെ കൂടെ മറ്റു പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ ചില ഫാക്ടേഴ്സ് കാരണം അല്ലെങ്കിൽ സ്നേഹം മാത്രം പോരല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കണ്ടേ എന്ന് പറയുന്ന കുറെ സിറ്റുവേഷൻസ് ലൈഫിൽ വരാറുണ്ട് അല്ലെ. പരസ്പരം എത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല, ഇനി പറയാൻ പോകുന്ന കുറച്ച് ബിഹേവിയർ അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് റെഗുലർ ആയിട്ട് ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രത്തോളം ഇഷ്ടമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ഡെസ്ട്രോയ് ആവും എന്നുള്ളതാണ്. ചില ഡാമേജുകളൊക്കെ റിലേഷൻഷിപ്പിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ, ആ ഒരു റിലേഷൻഷിപ്പിന് ഔട്ട്സൈഡ് ആയിട്ട് മറ്റൊരു ലോകവും ഇല്ലാത്ത ഒരവസ്ഥ. അതായത് ഒരു വ്യക്തിക്ക് ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് മാത്രമാണ് ലൈഫ്, നോ അതർ ഇൻട്രസ്റ്റ്. മറ്റൊരു കാര്യത്തിനും താല്പര്യവുമില്ല, മറ്റൊരു കാര്യവും ചെയ്യുന്നില്ല. ഫുൾ ടൈം ഒരു 24/7 എന്ന രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഇനി ഈ വ്യക്തിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാകട്ടെ റിലേഷൻഷിപ്പിന്റെ കൂടെ തന്നെ മറ്റു പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് കാണാൻ സാധിക്കും. കാരണം ഒരു വ്യക്തിയുടെ ടൈമും എനർജിയും ലവും എല്ലാം ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിക്കാണെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടതായിട്ടും വരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇംബാലൻസിങ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് കംപ്ലൈൻസുകൾ, പരാതികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രം പോരാതെ വരുന്നു ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ. കാരണം ആ റിലേഷൻഷിപ്പിന് പുറമേക്ക് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്സൈഡ് ആയിട്ട് വേറെ ഒരു ഹോബിയോ അല്ലെങ്കിൽ വേറെ ഒരു താല്പര്യമോ സ്വന്തം ലൈഫിൽ ഫൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു റീസൺ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഡെസ്ട്രോയ് ആയി പോകുന്നതിനുള്ള ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഓവർലി ഡിപ്പെൻഡഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ഒരു പക്ഷേ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഓവർലി ഡിപ്പെൻഡ് എന്ന് പറയുന്നത്. ഒരു ഡ്രസ്സ് ധരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണം ഏത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഇത്തരത്തിൽ സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എല്ലായ്പ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തരത്തിലുള്ള ബേർഡനായി വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ റിലേഷൻഷിപ്പിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ചില സമയങ്ങളിൽ ചെയ്യുമ്പോൾ മാത്രമാണ്. ഇത് എല്ലാ സമയത്തും ഒരു വ്യക്തിയെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മറ്റൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ്. സോ ഓവർലി ഡിപ്പെൻഡഡ് ആകുന്നത് സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പ് തകരുന്നതിന് കാരണമാകും. അവിടെ എത്ര തന്നെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും അങ്ങനെ സംഭവിക്കാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലെയിം ചെയ്യുന്നതിനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ കൂടുതലായിട്ട് പരാതിയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും റിലേഷൻഷിപ്പ് തകരുന്നതിന് കാരണമാകും. നേരത്തെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു റിലേഷൻഷിപ്പിന് ഔട്ട്സൈഡ് ആയിട്ട് വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യവും ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളുകളിൽ ഈ ഒരു ബ്ലെയിം, കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം അല്ലെങ്കിൽ പരാതി പറയാനുള്ള ഒരു അവസരം കൂടുതലായി കാണും. അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പ് മാത്രമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് റിലേഷൻഷിപ്പിന്റെ കൂടെ തന്നെ ലൈഫിലെ മറ്റു പല മേഖലകളിലും ഒരുപോലെ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്ന എഫേർട്ടിന്റെ അത്രയും എഫേർട്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നല്, അതൊരു പരാതിയായി മാറാനും പിന്നീട് അതൊരു കുറ്റപ്പെടുത്തലിലേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എത്ര തന്നെ സ്നേഹമുണ്ടെങ്കിലും ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരാതി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ആ റിലേഷൻഷിപ്പ് തകരാൻ സാധ്യതയുണ്ട്. നാലാമത്തെ ഒരു ഫാക്ടർ, ഇത് എല്ലാ ആളുകളിലും കാണാൻ കഴിയില്ല, എന്നാലും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിട്ടും സിംഗിൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അത് അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതും അത്രത്തോളം ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാക്കും എന്നുള്ളതാണ്.
സോ കമ്മിറ്റഡ് ആയിട്ടും സിംഗിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ എത്രത്തോളം സ്നേഹം ഉണ്ടായാലും ആ റിലേഷൻഷിപ്പ് തകരാനുള്ള കാരണമായി മാറുന്ന മറ്റൊരു ഫാക്ടർ. നെക്സ്റ്റ് ഫാക്ടർ, ലാക്ക് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. ഒരു പക്ഷേ ആ വ്യക്തിയുടെ മൈൻഡിൽ വളരെ സ്നേഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഓപ്പണായി പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഓപ്പണായി പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഇവർ പറയുന്ന ഒരേ കാര്യം, എനിക്ക് അവരോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവനോട് സ്നേഹമുണ്ട്, അതെന്റെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കിക്കൂടെ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. നോ, പലപ്പോഴും നമുക്ക് മറ്റുള്ള വ്യക്തികളുടെ മൈൻഡ് അതേപോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവരുടെ പ്രവൃത്തിയിൽ നിന്നോ അവരുദ്ദേശിക്കുന്ന ഇന്റൻഷൻ കറക്റ്റ് ആയിട്ട് വായിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അവരോടുള്ള ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് പറയുകയോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയോ ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഞാൻ എടുക്കുന്ന എഫേർട്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന അത്രയും എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് അവിടെ വഴിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവിടെ സ്പേസ് ഉണ്ടായിരിക്കരുത്. നിങ്ങൾക്ക് അവരോട് ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതവിടെ പ്രകടമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതും പലപ്പോഴും റിലേഷൻഷിപ്പ് തകരുന്നതിന് കാരണമാകാറുണ്ട്. നെക്സ്റ്റ് വൺ, റെഫ്യൂസ് ടു സേ സോറി. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സോറി പറയാൻ മടിക്കും. എസ്പെഷ്യലി അത് ലൈഫ് പാർട്ട്ണർ അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ലേ എന്നൊക്കെ കരുതിയിട്ട് പലപ്പോഴും സോറി പറയില്ല, അല്ലെങ്കിൽ ഒരു താങ്ക് യു ഒന്നും പറയാതെ പോകും. എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നോ, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരും ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, അത് സോറി പറയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇതൊരു വേണ്ടാത്തൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ എന്തൊരു കാര്യം മിസ്റ്റേക്ക് പറ്റുന്നു, അല്ലെങ്കിൽ ഒരു തവണ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നു, വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്യുന്നു, പോട്ടെ സോറി ഒന്നും പറയാതെ അത് ഒട്ടും സോൾവ് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും പ്രശ്നങ്ങൾ വരും. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, സോറി പറയേണ്ട സാഹചര്യങ്ങളിൽ സോറി പറയുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഫൈനൽ വൺ, ഡിസ്ഹോണസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് റിലേഷൻഷിപ്പിൽ എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. ഡിസ്ഹോണസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ലൈഫിൽ സ്റ്റേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പ് തകർന്നതിന് തീർച്ചയായും കാരണമാകും. ഒരു വ്യക്തി ഡിസ്ഹോണസ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് ഈസി ആയിട്ട് അവരുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അത് ചില ആളുകൾക്ക് ആ ഒരു ലെവലിലുള്ള ഡിഫറൻസ്, അതായത് ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വ്യക്തി ഡിസ്ഹോണസ്റ്റ് ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ തമ്മിൽ വളരെയധികം സ്നേഹമുണ്ട്, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്നു എന്നിട്ടും പിരിഞ്ഞു, അല്ലെങ്കിൽ എന്നിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ലവ് എന്നുള്ള ഫാക്ടറിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ ലവ് എന്ന ഫാക്ടറിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ കാര്യങ്ങളൊക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ റിലേഷൻഷിപ്പ് ഡിസ്ട്രോയ് ആവുന്നതിന് കാരണമാകും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്